നമ്മൾ എനിക്കൊന്ന് പേരെടുത്ത് പറയുന്നതിനകത്ത് ഒരു വലിയ പ്രശ്നമുണ്ട്. കേരളത്തിലെ ഇപ്പം നടക്കുന്ന ഒരു പ്രശ്നം, ഇദ്ദേഹം തിരിച്ചടിക്കുന്നു അതടിക്കുന്നു എന്ന് പറഞ്ഞ് കേരളത്തിൽ വലിയ മാധ്യമ മൈലേജ് ഇവർക്ക് കിട്ടുന്നുണ്ട്. അത് നമ്മൾ നോക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം മാധ്യമങ്ങൾക്ക് ഇതൊരു യുദ്ധമാക്കി മാറ്റി സർക്കാരും അല്ലെങ്കിൽ ഈ പറയുന്ന SFI DYFI എല്ലാം കൂടി ഒരു ചേരിയിൽ നിൽക്കുകയും അപ്പുറത്ത് ഗവർണറും വൈസ് ചാൻസലറും കൂടെ നിൽക്കുന്ന ഒരു ചേരിയാക്കി മാറ്റി കലുഷിതമാക്കണം ഇവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷം എന്ന് ഉദ്ദേശമുണ്ടെന്ന് തോന്നുന്നു. അത് നടപ്പുള്ള കാര്യമല്ല, അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. കാരണം അങ്ങനെയുള്ള ഇടപെടലിൻ്റെ ഒരു പ്രശ്നം, അങ്ങനെ ഒരു ഈഗോ കളിച്ച് ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആൾക്കാർക്ക് വിളിച്ചിരുത്തി അവരുടെ രാഷ്ട്രീയം നടപ്പാക്കിയെടുക്കുന്ന ഒരു സ്ഥലമായി ഇത് മാറുമ്പം ഈ മണ്ണിൻ്റെ രാഷ്ട്രീയത്തെ അത് ബാധിക്കുമെന്നുള്ളതാണ്, ഈ മണ്ണിൻ്റെ മതനിരപേക്ഷതയെ അത് ബാധിക്കുമെന്നുള്ളതുകൊണ്ടാണ്. അത് ഈ പറയുന്ന വ്യക്തമായ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയെടുത്തത് ഗവർണറാണ്. അതിന് നമുക്ക് പറയാനൊന്നും മടിക്കേണ്ട കാര്യമില്ല. ഗവർണർ നമ്മുടെ വീട്ടിൽ കയറി തലവെട്ടത്തൊന്നുമില്ല. ഗവർണറാണ് പ്രശ്നം ഉണ്ടാക്കിയത്. ഒച്ച ഉയർത്തി നമ്മൾ പറയണം. അങ്ങനെ നമ്മൾ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ജനാധിപത്യ വിരുദ്ധമായി നിങ്ങൾ പെരുമാറിയാൽ ജനാധിപത്യപരമായി തന്നെ സമരം ചെയ്ത് നേടിയതാണേ ഈ നാട്ടിലെ സ്വാതന്ത്ര്യം. അന്ന് ഈ നാട്ടിലെ ഇവരൊന്നും ഇല്ല. ഞാനുള്ളതുകൊണ്ടല്ല ഞാൻ പറയുന്നത്, എന്നോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയക്കാർ അന്ന് ആ രാഷ്ട്രീയ സമരത്തിൻ്റെ കേന്ദ്രമായി നിൽക്കുന്ന ആൾക്കാർ പണ്ടുണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഇവരുടെ ആൾക്കാരില്ലായിരുന്നേ. അങ്ങനെ സ്വാതന്ത്ര്യം ഉണ്ടാക്കിയെടുത്ത സ്ഥലമായത്. അപ്പോൾ ഈ പറയുന്ന മോശമായ ഇടപെടലിലേക്ക് സിൻഡിക്കേറ്റിൻ്റെ അധികാരം, അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഒരു ലെജിസ്ലേറ്റീവ് ബോഡിയാണ്, അതിനെ ഡൈല്യൂട്ട് ചെയ്ത് ഇവർക്ക് തോന്നിയ വഴി ആൾക്കാരെ അതിനകത്ത് കയറ്റുക. സിൻഡിക്കേറ്റ് മെമ്പർമാരെ പോലും അതിനകത്ത് കയറ്റുന്നതിൽ ഒരു വലിയ പ്രശ്നം നമ്മൾ ഒരിടയ്ക്കൊന്ന് ചൂണ്ടിക്കാണിച്ചതാണ്. ഇദ്ദേഹത്തിനുള്ള താല്പര്യത്തിനനുസരിച്ച് കയറ്റുക, അത് നടപ്പുള്ള കാര്യമല്ല. ഇതിനകത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും മറ്റ് ആൾക്കാർ സ്റ്റുഡൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും അവർ ഇച്ചിരി കാര്യക്ഷമമായി ഇതിനകത്ത് ഇടപെടേണ്ടതായിട്ടുണ്ടെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം ഗവർണർ കളിക്കുന്ന കളി ഈ നാടിനെ നശിപ്പിക്കാനാണ്. അത് ഒരു രാഷ്ട്രീയ കക്ഷിയെ നശിപ്പിക്കുക മാത്രമല്ല, ഈ നാട് മൊത്തത്തിൽ നശിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അത് അനുവദിച്ചുകൂടാ. ഒരു യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അൾട്ടിമേറ്റ് അതോറിറ്റി ഇരിക്കുന്നത് സിൻഡിക്കേറ്റിലാണ്. അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻ ചെയ്യുന്ന രജിസ്ട്രാറാണ്. അദ്ദേഹം നിയന്ത്രിക്കപ്പെടുന്നത് സിൻഡിക്കേറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതല്ലാതെ ഒരു ദിവസം രാവിലെ ഒരു ഇണ്ടാസ് ഇറക്കി വിട്ടിട്ട് കാര്യങ്ങൾ നടത്തുന്ന ഒരു രീതി സിസ തോമസ് ആണെങ്കിലും മോഹൻ കുന്നുമേലാണെങ്കിലും ചെയ്തുകൊണ്ടിരുന്നത് ഗവർണർ പറയുന്നത് അനുസരിച്ച് ചെയ്യുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഗവർണർ പറയുന്നത് അനുസരിച്ച് ചെയ്യാനല്ല അദ്ദേഹത്തെ ഇരുത്തിയിരിക്കുന്നത്. നരേന്ദ്രമോദി ഇരുത്തിയതാണ് ഗവർണറെ. എന്നാൽ നരേന്ദ്രമോദി പറയുന്ന അനുസരിച്ച് ചെയ്യാനല്ല ഗവർണർ അവിടെ ഇരിക്കുന്നത്. ഗവർണർ ഭരണഘടന അനുസരിച്ച് എന്നുള്ളതല്ല, എവിടെ ഇരിക്കുന്നു എന്നുള്ളതിനാണ്. അതായത് ഗവർണർ ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കണം. അതൊരു ഭരണഘടനാ പദവിയാണ്. അദ്ദേഹത്തിൻ്റെ വിധേയത്വം അത് ഭരണഘടനയോടാകണം. അയച്ച കേന്ദ്ര സർക്കാരിനോടും പ്രധാനമന്ത്രിയോടും ആ രാഷ്ട്രീയത്തോടുമൊക്കെയുള്ള കൂറു പ്രകടിപ്പിക്കൽ വേദിയാക്കി ഇതിനെ മാറ്റരുത്. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന് സംസ്ഥാന നിയമസഭ പാസാക്കി നൽകിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചാൻസലർ ഉത്തരവാദിത്വം. അത് ഭരണഘടനാപരമായ പദവിയല്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ ചെയ്യാം, എന്ത് ചെയ്യാൻ പാടില്ല, സർവകലാശാലാ നിയമങ്ങളെ എങ്ങനെ മാനിക്കണം, അതിനനുസരിച്ച് എങ്ങനെ പ്രവർത്തിക്കണം, ആ ഉത്തരവാദിത്വവും അദ്ദേഹം കാഴ്ചവെക്കണം.